ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിഗ്രി ഹെൽപ്പറിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th സെമസ്റ്ററിലെ ഇന്ത്യൻ ഹിസ്റ്ററി 4ൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനുമായി ബന്ധപ്പെടുത്തിയിട്ട് മൊഡ്യൂൾ 1ൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അതിൽ ഇമ്പോർട്ടൻസ് ആയി വരുന്ന കാര്യങ്ങൾ എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി സംബന്ധിച്ചിടത്തോളം എല്ലാ ടോപ്പിക്സും, അതായത് ഓരോ മൊഡ്യൂളിലും കൊടുത്തിട്ടുള്ള ഓരോ ടോപ്പിക്സും ഓരോ പോർഷൻസും നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് വേണം പഠിക്കാൻ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഇതിൽ വേണ്ടിയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം കേട്ടോ. നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്ന ബ്രിട്ടീഷ് ഭരണം ഉണ്ടായിരുന്നു. ഈ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ധീര നേതാക്കർ അല്ലെങ്കിൽ സ്വതന്ത്ര സമര സേനാനികൾ, നമ്മുടെ മഹത് വ്യക്തികൾ, ഇന്ത്യയിലെ മഹത് വ്യക്തികൾ എല്ലാവരും കൂടി പോരാടിക്കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യമാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്ന സമയത്ത് അവിടെ ഒരു സമാധാനം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്താണ്, ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ട് രാഷ്ട്രങ്ങളായിട്ട്, അല്ലെങ്കിൽ രണ്ടായിട്ട് തിരിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ യൂണിയൻ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് പല സ്ഥലങ്ങളിലും എന്താണ്, പല രാജ്യങ്ങളിലും അനേകം വർഗീയ കലാപങ്ങളും കൂട്ടക്കുരുതികളും അരങ്ങേറുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അവശേഷിപ്പിച്ച ദുരിതങ്ങളുണ്ട് അല്ലേ, ഈ ദുരിതങ്ങളൊക്കെ തന്നെ മറികടന്ന് അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന പല കാര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യണം, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു പുതിയ ഒരു സാമ്രാജ്യത്തെ അല്ലെങ്കിൽ പുതിയൊരു ഇന്ത്യയെ വാർത്തെടുക്കുക എന്നതാണ് ഇന്ത്യൻ ഭരണകർത്താക്കൾക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, സ്വതന്ത്ര ഇന്ത്യയുടെ ഗതി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ എന്താണ്, പല സന്ദർഭങ്ങളിലും അവശേഷിപ്പിച്ച, അല്ലെങ്കിൽ ഭൂതകാലത്തിൽ അവശേഷിപ്പിച്ച എന്താണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ എന്ത് ചെയ്യണം, മുന്നേറാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആധുനിക ഇന്ത്യക്ക് അത്തരം പിന്തിരിപ്പൻ ശക്തികൾക്ക് ചിലപ്പോഴെങ്കിലും കീഴടങ്ങേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. എന്നാൽ ഇത്തരം പ്രതിലോഭ സാഹചര്യങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ശക്തമായ ഒരു ഇന്ത്യക്ക് തറക്കല്ലിടാൻ അതിൻ്റെ ശില്പികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുകൂടിയും നമുക്ക് മനസ്സിലാക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഒരു പുതിയ രാഷ്ട്രം തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു പുതിയ രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിനും അതുപോലെ തന്നെ അഖണ്ഡതയ്ക്കും പര്യാപ്തമായ വിവിധ സ്ഥാപനങ്ങൾക്ക് രൂപം കൊടുക്കാനും രാഷ്ട്രശില്പികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരു ചിന്നിച്ചിതറിയ ഒരു അവസ്ഥയിലാണ് നമ്മളെ ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ പൊതുവായിട്ടും എന്ത് നടക്കും, പലതരത്തിലുള്ള വെല്ലുവിളികൾ നടക്കുന്നുണ്ട് അല്ലേ. സംഭവം എന്താണ്, ഇന്ത്യൻ യൂണിയൻ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായി വിഭജിക്കുന്ന സമയത്ത് വിഭജനവും വെല്ലുവിളിയും അവിടെ നന്നായിട്ട് നേരിടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. അതായത് വിഭജന സമയത്ത് പ്രധാനമായിട്ടും എന്താണ്, വർഗീയതയുടെ പേരിലും അതുപോലെ തന്നെ എന്താണ്, നാട്ടുരാജ്യങ്ങൾക്കിടയിലും വ്യത്യസ്ത തരത്തിലുള്ള എന്താണ് പ്രശ്നങ്ങൾ ഉടലെടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ മറികടക്കാനും അതുപോലെ തന്നെ രാജ്യത്ത് സമാധാനം നിലനിർത്താനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ഇവിടെ വിഭജനവും വെല്ലുവിളികളും നമുക്കൊരു നമ്മുടെ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്കിനുള്ള ചോദ്യമായിട്ടോ നമുക്ക് ഈ ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വിഭജനവും വെല്ലുവിളിയും, അല്ലെങ്കിൽ നമ്മുടെ ചാലഞ്ചസ് എന്തൊക്കെയാണ്, നമ്മുടെ ഇന്ത്യ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം. അപ്പം നമുക്ക് എഴുതാനുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്, ശ്രദ്ധിക്കാം. അതായത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് വർഗീയത തന്നെയാണ്. അതായത് വർഗീയത എന്ന് പറയുന്ന സമയത്ത് ഇവിടെ വ്യത്യസ്ത രീതിയിലുള്ള വർഗീയത നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വിഭജനത്തെ തുടർന്ന് ഏതാണ്ട് 18 ദശലക്ഷം മനുഷ്യരാണ് പുതിയ അതിർത്തിയെ മുറിച്ച് ഇരുദിശയിലേക്കും പലായനം ചെയ്തത് അല്ലേ.
ഈ വർഗീയത സമയത്ത് ശരിക്കും ആ വർഗീയത എന്നത് എന്താണ് കൂട്ടക്കൊലയ്ക്ക് ഉപമിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. കാരണം അതുപോലെ തന്നെ അതിർത്തിക്ക് അല്ലേ, നമ്മുടെ പാകിസ്ഥാൻ എന്നും ഇന്ത്യൻ യൂണിയനും എന്നുമായിട്ടുള്ള അതിർത്തികൾക്കിടയിൽ ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഇത് നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. വിവിധ തരത്തിലുള്ള വർഗീയ ലഹളകളും അതുപോലെ തന്നെ വർഗീയ പ്രശ്നങ്ങളും അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യത്യസ്ത തരത്തിലുള്ള വർഗീയതകളും അതുപോലെ തന്നെ കൊലകളും നിലനിന്നിട്ടുള്ളതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ ന്യൂനപക്ഷങ്ങൾക്കൊരു സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവർക്ക് ഏതിലാണ് ലയിച്ചു ചേരേണ്ടത് എന്നതുമായി ബന്ധപ്പെടുത്തി അവിടെയും ഒരു മത്സരം നിലനിന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഡൽഹിയിൽ ഉൾപ്പെടെ ഉത്തരേന്ത്യയുടെ പല ഭാഗത്തും ന്യൂനപക്ഷങ്ങൾ കടുത്ത പീഡനത്തിനും ഹിംസയ്ക്കും കാരണമായി തീർന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ 5 ലക്ഷത്തോളം മനുഷ്യരുടെ ജീവനും സഹസ്ര കോടികളുടെ സ്വത്തിനും നാശം സംഭവിച്ചതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ന്യൂനപക്ഷങ്ങൾക്കായിട്ടായാലും മറ്റുള്ള മതങ്ങൾക്കായിട്ടായാലും അവർക്ക് എന്താണ് ഇന്ത്യൻ യൂണിയൻ, അതായത് പാകിസ്ഥാൻ യൂണിയൻ എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ സംബന്ധിച്ചോളം അവിടെ ഒരു മുസ്ലിം ജനതയാണ് കൂടുതലായിട്ടും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും എന്ത് നിലനിൽക്കും, ഒരു വർഗീയത നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. ഭരണപരവും രാഷ്ട്രീയപരവുമായ നടപടികളിലൂടെ ഈ പ്രതിസന്ധികളെ അതിവേഗം അതിജീവിക്കാൻ ഇന്ത്യൻ നേതൃത്വത്തിനായി എന്നാണ് പറയുന്നത് അല്ലേ. എത്രയൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടാലും സ്വാതന്ത്ര്യം നേടിയത് എന്താണ്, നല്ല രീതിയിലുള്ള ഒരു ഇന്ത്യയെ വാർത്തെടുക്കാനാണ് അല്ലേ. അപ്പോൾ പല പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് അതിനെ അതിജീവിക്കുകയും ആ പ്രശ്നങ്ങൾക്ക് എല്ലാം തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും ഇന്ത്യൻ നേതൃത്വം മുന്നോട്ട് വന്നു എന്നും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിന് പ്രത്യേക പരിഗണനയാണ് ഭരണ നേതൃത്വം നൽകിയത് എന്നും പറയുന്നുണ്ട് അല്ലേ. നമുക്കറിയാം ഭരണഘടനയിൽ പ്രത്യേകമായിട്ടും ന്യൂനപക്ഷങ്ങൾക്കുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള വെല്ലുവിളികളിലൂടെയാണ് ഇന്ന് നിലനിൽക്കുന്ന ഭരണഘടന അല്ലെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന നമ്മുടെ ഇന്ത്യ ഈ ഒരു വ്യത്യസ്ത തരത്തിലുള്ള പരിഗണനകളും വർഗീയതകളും ഒരു തരത്തിൽ ഒഴിച്ച് മാറ്റാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ വർഗീയത എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്ത ടോപ്പിക്കാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ കാരണമാണ്, അല്ലെങ്കിൽ വെല്ലുവിളികളുടെ രണ്ടാമത്തെ റീസണാണ് എന്താണ്, അഭയാർത്ഥികളുടെ പുനരധിവാസം അല്ലേ. അതായത് വിഭജനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുക എന്നതായിരുന്നു സ്വതന്ത്ര ഇന്ത്യ ഏറ്റെടുത്ത ഏറ്റവും വലിയ വെല്ലുവിളി അല്ലേ. അതായത് രാഷ്ട്രത്തിൻ്റെ മുഴുവൻ സംവിധാനവും ട്രഷറിയും അഭയാർത്ഥികളുടെ പുനരധിവാസത്തിനായി അശ്രാന്തം പരിശ്രമിച്ചു. വിഭജന ഘട്ടത്തിൽ എല്ലാം ഉപേക്ഷിച്ചു വന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളെ സംബന്ധിച്ച് കീഴ്മേൽ മറിഞ്ഞ തങ്ങളുടെ ജീവിതം പുതിയ സാഹചര്യത്തിൽ കരുപിടിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് കുറച്ചു കാലം അഭയാർത്ഥികളെ, വ്യത്യസ്ത സ്ഥലത്തിൽ നിന്നുള്ള അഭയാർത്ഥികൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അവർക്ക് വ്യത്യസ്ത തരത്തിലുള്ള വർഗീയതകളും അതുപോലെ തന്നെ മതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളും അവർ നേരിട്ടുണ്ടായിരുന്നു അല്ലേ. എങ്കിലും അത്തരത്തിലുള്ള സാഹചര്യങ്ങളെയും അത്തരത്തിലുള്ള പ്രതിസന്ധികളെയും ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും അത് കടുത്ത സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോവുകയെങ്കിലും ആ ഒരു പ്രതിസന്ധിയെ മാസങ്ങൾ കൊണ്ട് തരണം ചെയ്യുകയും ആ ഒരു അവിടെ അവരുടേതായ ഒരു അഭയാർത്ഥികൾക്കുള്ള ഒരു പുനരധിവാസം രൂപകൽപ്പന ചെയ്യാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബംഗ്ലാദേശ് അല്ലേ. ആ ബംഗ്ലാദേശിൽ നിന്നുള്ള പലായനം തുടർന്നും വർഷങ്ങളോളം നീണ്ടു നിന്നു. കാരണം ആദ്യഘട്ടത്തിൽ ധാരാളം ഹിന്ദുക്കൾ അവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചെങ്കിലും സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ നിരന്തര വർഗീയ കലാപങ്ങളെ തുടർന്ന് ഇന്ത്യയിലേക്കുള്ള ഒഴുക്ക് പിന്നെയും തുടർന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധാനന്തരം ബംഗ്ലാദേശിന്റെ രൂപീകരണം വരെയും ഈ അവസ്ഥ തുടർന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായി പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്നും ഇന്ത്യയിലെത്തിയ കുടുംബങ്ങളെ സംബന്ധിച്ച് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയ ഭൂമിയും വീടുകളും ആശ്വാസമായി അല്ലേ. അതായത്
നമുക്കറിയാം ബംഗ്ലാദേശ് അല്ലേ, ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ് വ്യത്യസ്ത തരത്തിൽ അഭയാർത്ഥികളുടെ ഒരു കേന്ദ്രമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ അഭയാർത്ഥികൾ അവരുടേതായ ഒരു കൂട്ടിച്ചേർക്കൽ അല്ലെങ്കിൽ അവരുടേതായ പുനരധിവാസം ഉറപ്പിക്കേണ്ടത് അവിടെ ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് അവിടെ വ്യത്യസ്ത തരത്തിലുള്ള വർഗീയ കലാപങ്ങളൊക്കെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു, എങ്ങോട്ട് വന്നു, ഇന്ത്യയിലേക്ക് ഒഴുകി വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി അല്ലേ. അത് രണ്ടാമത്തെ റീസണാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ റീസണാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം അല്ലേ. അതുതന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു, എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള നാട്ടുരാജ്യങ്ങളായിട്ടാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ഒരു ചിതറിക്കിടക്കുന്ന നാട്ടുരാജ്യങ്ങളെ ഒരു ഭരണത്തിന് കീഴിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓരോ നാട്ടുരാജ്യങ്ങളും അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്വയംഭരണം നടത്തുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കും. അവിടെ ഒരു നല്ലൊരു ഭരണമോ അല്ലെങ്കിൽ റിപ്പബ്ലിക്കോ അവിടെ നടക്കുന്നില്ല. കാരണം എന്താണ്, അവിടെ സ്വയം ഭരണമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്ന് നേതാക്കന്മാർക്ക് അറിയാം അല്ലേ. അപ്പോൾ ഇതിനൊക്കെ തന്നെയും ഒരുമിച്ച് കൊണ്ടുപോകണം അല്ലേ. ഈ ചിതറിക്കിടക്കുന്ന നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കണം അല്ലേ. അത് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ലേ, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ബ്രിട്ടീഷ് പരമാധികാരം അംഗീകരിക്കുന്ന സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളുമാണ് ഉണ്ടായിരുന്നത് അല്ലേ. അക്കാലത്ത് ഇന്ത്യൻ ഭൂപ്രദേശത്തിൻ്റെ 40% 56 രാജാക്കന്മാരുടെ നാട്ടുരാജ്യങ്ങൾക്ക് കീഴിലായിരുന്നു. അപ്പം നമുക്ക് മനസ്സിലാകാം എത്രത്തോളം നാട്ടുരാജ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന്. ബ്രിട്ടീഷ് പരമാധികാരം അംഗീകരിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇത്തരം നാട്ടുരാജ്യങ്ങളെ ആഭ്യന്തര വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും സ്വന്തം ജനതയിൽ നിന്നും സർക്കാർ സംരക്ഷിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ഇത്തരം നാട്ടുരാജ്യങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച ചർച്ചകൾ സജീവമായി. അതുതന്നെ നമുക്കറിയാം ഈ നാട്ടുരാജ്യങ്ങളെല്ലാതും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്നു. പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യമായതോടുകൂടി ഈ നാട്ടുരാജ്യങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പറയാണ്, ഞങ്ങൾ സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് അല്ലെങ്കിൽ ഞങ്ങളൊരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലകൊള്ളാം എന്ന് നാട്ടുരാജ്യക്കന്മാർ പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ഈ ഒരു പ്രസ്താവനയോട് മുഹമ്മദ് അലി ജിന്നയും അതിനോട് അഭിപ്രായപ്പെടുകയാണ്. പക്ഷേ ഈ ഒരു അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം ഈ ഒരു നാട്ടുരാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മറ്റുള്ള യൂണിയനിൽ മറ്റുള്ള രാഷ്ട്രത്തിൻ്റെ ഭാഗമായി മാറാൻ താല്പര്യമുണ്ടെങ്കിൽ അത് അങ്ങനെയും ആവാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു മുഹമ്മദ് അലി ജിന്നയുടെ ഈ അഭിപ്രായത്തോടോ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ അല്ലേ രാജ്യങ്ങൾക്കുള്ള ഈ ഒരു അഭിപ്രായത്തോട് ആരും യോജിക്കുന്നില്ല. നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നാട്ടുരാജ്യങ്ങൾ സ്വതന്ത്രമായി നിലകൊള്ളുന്ന സമയത്ത് അവിടെ ഒരു സ്വയംഭരണം നടപ്പിലാകും. ഈ ഒരു സന്ദർഭത്തിൽ അവിടെ എന്താകും, ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും അപകടത്തിലാവുകയും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശീയ നേതാക്കൾ സംസ്ഥാനങ്ങളുടെ സ്വതന്ത്ര രാഷ്ട്രപദവി എന്ന ആശയം പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 565 സ്വതന്ത്ര രാഷ്ട്രങ്ങളായി ഇന്ത്യൻ ജനത പരസ്പരം മത്സരിക്കുന്നത് ഏതു വിധേയനെയും തടയണമെന്ന് ദേശീയ നേതാക്കൾ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ നാട്ടുരാജ്യങ്ങൾക്ക് ഒന്നുകിൽ ഇന്ത്യയിൽ ലയിക്കാം അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം എന്നതായി. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടി ഒരുപാട് മറ്റുള്ള ദേശീയ നേതാക്കന്മാരൊക്കെ തന്നെയും പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിലും അതിനുവേണ്ടി കൂടുതലായിട്ട് അവരുടെ കാര്യങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധിച്ചിരുന്നത് ആരാണ്, സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ തന്നെ VP മേനോനുമാണ് അല്ലേ. VP മേനോൻ അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അല്ലേ എന്ന പുസ്തകത്തിൽ നമ്മുടെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിൻ്റെ കൃതിയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനിയും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശക്തനായ നേതാവും കൂടിയായിരുന്നു. അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ കൂടിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ. അപ്പോൾ 1875 ഒക്ടോബർ 31
ബോംബെ പ്രവിശ്യയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗുജറാത്തിലെ ഏറ്റവും ശക്തനായ നേതാവായിട്ടാണ് അദ്ദേഹം വളർന്നു വന്നത്. വിഭജന ശേഷം അഭയാർത്ഥി പുനരധിവാസത്തിന്റെയും നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന്റെയും ചുമതല ആർക്കായിരുന്നു? പട്ടേലിനായിരുന്നു അല്ലെ. അതുപോലെ തന്നെ വകുപ്പ് സെക്രട്ടറി ആയിരുന്നു വി പി മേനോൻ. അപ്പോൾ വി പി മേനോനും ഈ 565 നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള പദ്ധതികൾ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് ആസൂത്രണം ചെയ്തതായിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നേരിടേണ്ടി വരുന്നുണ്ട് അല്ലെ. നാട്ടുരാജ്യങ്ങൾ എന്താണ് നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്ന സമയത്ത് വ്യത്യസ്ത രീതിയിലുള്ള പ്രലോഭനങ്ങളും വെല്ലുവിളികളും അവിടെ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നാട്ടുരാജാക്കന്മാർക്കിടയിൽ രാജ്യസ്നേഹത്തിന്റെ വിത്തുകൾ പാകാനായിട്ട് അദ്ദേഹം സർദാർ വല്ലഭായ് പട്ടേൽ അവരെ പ്രലോഭിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ചു? പ്രിവി പഴ്സ് എന്ന വിശേഷാനുകൂല്യം അദ്ദേഹം ആരംഭിച്ചു. പഴയ രാജാക്കന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകിയിരുന്ന സാമ്പത്തിക ആനുകൂല്യമാണ് ഈ പ്രിവി പഴ്സ് എന്നറിയപ്പെടുന്നത്. അവരുടെ ശ്രമഫലമായി രാജസ്ഥാനിലെ ബിക്കാനീർ, അതുപോലെ തന്നെ ബറോഡ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളാണ് ആദ്യമായി ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത്. അപ്പൊ ഇന്ത്യൻ യൂണിയനിൽ ആദ്യമായിട്ട് ലയിച്ചത് ആരൊക്കെയാണ്? രാജസ്ഥാനിലെ ബിക്കാനീർ, അതുപോലെ തന്നെ ബറോഡ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളാണ് ആദ്യമായിട്ട് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള സമ്മർദ്ദങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും അവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരുവിതാംകൂർ, ഭോപ്പാൽ, ഹൈദരാബാദ്, കാശ്മീർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ തങ്ങളുടെ സ്വതന്ത്രമായ നിലനിൽപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞങ്ങളെ ഇന്ത്യൻ യൂണിയനിലുമില്ല, പാകിസ്ഥാൻ യൂണിയനിലില്ല എന്ന് ആരൊക്കെ പ്രഖ്യാപിച്ചു? തിരുവിതാംകൂറും ഹൈദരാബാദും അതുപോലെ തന്നെ ഭോപ്പാലും കാശ്മീരും പ്രഖ്യാപിക്കുകയുണ്ടായി. സ്വതന്ത്രമായി നിലനിൽക്കാമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അല്ലേ. പുതുതായി രൂപീകരിച്ച ആഭ്യന്തര വകുപ്പിന്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേൽ ഏറ്റെടുത്തു. ആ വകുപ്പിന്റെ സെക്രട്ടറി വി പി മേനോൻ ആയിരുന്നു. ക്ലിയർ ആയില്ലേ? അപ്പോൾ 1947 ഓഗസ്റ്റ് 15 ഹൈദരാബാദ്, ജുനഗഡ്, ജമ്മു കാശ്മീർ എന്നിവയൊക്കെ സ്വതന്ത്രമായി നിലകൊള്ളുകയും ബാക്കിയുള്ള നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയും ചെയ്തിരുന്നു. അതിനുവേണ്ടി പരിശ്രമിച്ച വ്യക്തികളാണ് സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനും. ക്ലിയർ ആയില്ലേ? നമുക്ക് വി പി മേനോനെ കുറിച്ച് 2 മാർക്കിന് വരാം, അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചും 2 മാർക്കിന് വരും. അപ്പം നമുക്ക് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് ആഭ്യന്തര വകുപ്പ് അല്ലെ, പുതുതായി രൂപീകരിച്ച ആഭ്യന്തര വകുപ്പ് അല്ലെ, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറി ആയിരുന്നു വി പി മേനോൻ. അതിന്റെ ചുമതല അല്ലെ, ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ആരാണ് ഏറ്റെടുത്തത് എന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ പറഞ്ഞു ജുനഗഡ്, കാശ്മീർ, ഹൈദരാബാദ്, മണിപ്പൂർ ഇതൊക്കെ സ്വാതന്ത്ര്യമായിട്ട് നിലകൊള്ളുകയാണ്. അവരെന്ത് ചെയ്യണില്ല? ഇന്ത്യൻ യൂണിയനിലും ചേരുന്നില്ല, പാകിസ്ഥാൻ യൂണിയനിലും ചേരുന്നില്ല. അവർ സ്വതന്ത്രമായിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം കേട്ടോ. ജുനഗഡിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ഇന്ത്യൻ പ്രദേശങ്ങളായിട്ട് വലയം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സൗരാഷ്ട്ര തീരത്തുള്ള ഒരു സംസ്ഥാനമാണ് ജുനഗഡ്. ജുനഗഡിന് പാകിസ്ഥാനുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ നവാബായിരുന്നു മബഹത്ത് ഗാൻജി. പക്ഷെ മബഹത്ത് ഗാൻജിക്ക് എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ ചേരണം. പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് പാകിസ്ഥാനിൽ ചേരാനായിരുന്നില്ല താല്പര്യം. അവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചേരാൻ എന്തിൽ ചേരാനാണ് താല്പര്യം? ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിരുന്നു താല്പര്യം. കാരണം പാകിസ്ഥാനുമായിട്ട് ആർക്ക് ബന്ധമില്ല, ജുനഗഡിന് തീരെ ബന്ധമില്ല. പക്ഷെ ഒരു സ്വേച്ഛാധിപത്യ തീരുമാനത്തോടു കൂടി അവിടുത്തെ നവാബായിരുന്ന മബഹത്ത് ഗാൻജി പറയണം നമുക്ക് പാകിസ്ഥാനിൽ ചേരാമെന്ന്. പക്ഷെ ഇതിനോട് ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്തു? അവിടെ ഒരു സ്വേച്ഛാധിപത്യ നിലപാടാണ് സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കുകയും ഇതിന്റെ അന്തിമമായ
തീരുമാനം ജനങ്ങളുടേതാകണമെന്ന് നെഹ്റു ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാർക്കൊരു തീരുമാനമുണ്ടായിരുന്നു. അവർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ജുനഗഡിൽ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? അവിടെ ഒരു ജനഹിത പരിശോധനയിലൂടെ ഈ പ്രദേശങ്ങളുടെ ഭാവി തീരുമാനിക്കാം എന്നൊരു നിലപാട് അവിടെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിനെതിരെ പാകിസ്ഥാൻ എന്ത് ചെയ്യുകയാണ്? പാകിസ്ഥാൻ ജുനഗഡിന്റെ കൂട്ടിച്ചേർക്കൽ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളെ ഇന്ത്യൻ യൂണിയനിലൊന്നും ചേരണ്ട, പാകിസ്ഥാനിൽ ചേർന്നാൽ മതി എന്ന് ആര് പ്രഖ്യാപിക്കുകയാണ്? പാകിസ്ഥാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് തീരുമാനിക്കുകയാണ് അല്ലേ. അപ്പൊ ഈ ഒരു തീരുമാന സമയത്ത് അവിടെ നല്ലൊരു കടുത്ത ജനകീയ പ്രക്ഷോഭം നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ജനങ്ങൾക്ക് എന്തിൽ ചേരാനാണ് താല്പര്യം? ഇന്ത്യൻ യൂണിയനിൽ ചേരാനാണ് താല്പര്യം. പക്ഷേ എന്താണ് അവിടുത്തെ ആൾക്കാർക്ക് എന്ത് ചെയ്യാം? അവിടുത്തെ നമ്മുടെ നവാബിന് എന്താണ്? പാകിസ്ഥാനിലാണല്ലോ. അപ്പോൾ അവിടെ എന്താണ് നല്ലൊരു ജനകീയ പ്രക്ഷോഭം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്ന് അവിടുത്തെ നവാബ് നാട് വിട്ടു. അപ്പോൾ ജുനഗഡ് ദിവാനായിട്ടുണ്ടായിരുന്ന ഷാനവാസ് ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഗവൺമെന്റ് ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുകയും ഇതേ തുടർന്ന് ഇന്ത്യൻ പട്ടാളം അവിടേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു. 1948 ഫെബ്രുവരിയിൽ നടന്ന ജനഹിത പരിശോധനയിൽ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുക എന്ന നിലപാടിന് വമ്പിച്ച വിജയം നേടുകയും അപ്രകാരം 1956 നവംബർ 1 വരെ ജുനഗഡ് സൗരാഷ്ട്ര സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് തീരുകയും തുടർന്ന് സൗരാഷ്ട്ര ബോംബെ സംസ്ഥാനത്തോട് കൂട്ടിച്ചേർത്തപ്പോൾ ബോംബെ സംസ്ഥാനത്തിന്റെ ഭാഗമായി. 1956 ബോംബെ വിഭജിച്ച് മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ ജുനഗഡ് ഗുജറാത്തിന്റെ ഭാഗമായിട്ട് മാറി അല്ലേ. അതായത് ജുനഗഡ് ഇപ്പോൾ എന്തിന്റെ ഭാഗമാണെന്ന് അറിയാൻ നമുക്ക് ഗുജറാത്തിന്റെ ഭാഗമാണ്. അപ്പൊ ആദ്യം എന്താണ് സൗരാഷ്ട്ര ബോംബെ സംസ്ഥാനത്തോട് കൂട്ടിച്ചേർക്കുകയും ബോംബെ സംസ്ഥാനത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. അങ്ങനെ 1956 ബോംബെ വിഭജിക്കുകയും മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിങ്ങനെ മാറ്റിയപ്പോൾ ഗുജറാത്തിന്റെ ഭാഗമായിട്ട് ജുനഗഡ് മാറുകയും ചെയ്തു. അപ്പൊ ജുനഗഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? ജുനഗഡിൽ ഉണ്ടായിരുന്ന കാരണം എന്താണെന്ന് ക്ലിയർ ആയി അല്ലെ. ജുനഗഡ് ഏതിലേക്കാണ് ലയിച്ചത്? ഇന്ത്യൻ യൂണിയനിലേക്കാണ് ലയിച്ചത്. ഇനി അടുത്തതാണ് ഹൈദരാബാദ്. അതായത് ഹൈദരാബാദ് എന്ന് പറയുന്നതും നമുക്കറിയാം, ഹൈദരാബാദും ഇന്ത്യയിലെ രാജ്യങ്ങളുമായിട്ട്, ഇന്ത്യൻ പ്രദേശങ്ങളുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അതിബൃഹത്തായ ഒരു സമ്പന്ന രാജ്യമാണ് ഹൈദരാബാദ്. ഹൈദരാബാദ് രാജാവ് ആരായിരുന്നു? ഹൈദരാബാദിലെ നിസാം മിർ ഉസ്മാൻ അലി ആയിരുന്നു അവിടുത്തെ രാജാവായിട്ടുണ്ടായിരുന്നത്. അപ്പം നിസാം മിർ ഉസ്മാൻ അലിക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ സ്വതന്ത്രമായി നിൽക്കുകയാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ നമ്മൾ ജുനഗഡിൽ പറഞ്ഞ അതേ കാര്യമാണ് പറയുന്നത്. എന്താണ് ജനങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇന്ത്യൻ യൂണിയനിൽ ചേരണം എന്നതായിരുന്നു. നിസാമിനെ അനുനയിപ്പിക്കാനും ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കാനുമായിട്ട് എല്ലാവിധ ശ്രമങ്ങളും നടത്തി? സർദാർ വല്ലഭായ് പട്ടേലും സംഘവും നടത്തുകയുണ്ടായി. എന്നാൽ നിസാം മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ സുഹൃത്തായ ബ്രിട്ടീഷ് വക്കീൽ സർ വാൾട്ടൺ മോങ്ടൺ മുഖേന എന്ത് ചെയ്തു? സ്വതന്ത്ര നിലപാട് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുകയും അതോടൊപ്പം യൂറോപ്പിൽ നിന്നും ധാരാളം യുദ്ധക്കപ്പലുകളും അദ്ദേഹം ഇറക്കുമതി ചെയ്തുകൊണ്ടേയിരുന്നു. മാത്രമല്ല നിസാമിന്റെ പിന്തുണയോടെ ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്ന തീവ്ര വർഗീയ സംഘവും ഹൈദരാബാദിൽ വളർന്നു വന്നു. അവരുടെ സമാന്തര സൈനിക വിഭാഗമായ റസാക്കേർമാർ ആരാണ്? റസാക്കേർമാർ ശ്രദ്ധിക്കുക. റസാക്കേർമാർ ഹൈദരാബാദിലാണ് അല്ലെ. റസാക്കേർമാർ വലിയ തോതിലുള്ള വർഗീയ ലഹളകളും അക്രമങ്ങളും അഴിച്ചുവിടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇതേ സമയം കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിലെ കർഷക സമരവും തെലുങ്കാന പ്രദേശം കേന്ദ്രീകരിച്ച് വളർന്നു വന്നു. നിസാം ജനങ്ങൾക്ക് നേരെ റസാക്കന്മാര് എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ചു. എന്താണ് റസാക്കന്മാര് എന്ന് പറഞ്ഞാല് ഒരു സൈനിക വിഭാഗമായിരുന്നു അല്ലെ. അവരായിരുന്നു വർഗീയ ലഹളകളൊക്കെ തന്നെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ റസാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ടും ആയുധ സംഭരണവും ഉപയോഗിച്ചുകൊണ്ട് നിസാം ജനങ്ങൾക്ക് നേരെ എന്ത് ചെയ്തു? ആക്രമണങ്ങളൊക്കെ തന്നെയും തുടർന്നു കൊണ്ടുപോകുന്ന ഈ ഒരു സമയത്ത് 1948 സെപ്റ്റംബർ 13 ഓപ്പറേഷൻ പോളോ എന്ന പേരിൽ ഒരു സൈന്യത്തെ ഇന്ത്യൻ സർക്കാർ ഹൈദരാബാദിലേക്ക്
അയച്ചു. ഇവിടെ ഓപ്പറേഷൻ പോളോ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് 2 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഹൈദരാബാദിൽ വരുന്ന ഒന്നാണ് എന്താണ് ഓപ്പറേഷൻ പോളോ. ഓപ്പറേഷൻ പോളോ വരാനുള്ള കാരണം റസാഖന്മാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിസാമിൻ്റെ ആക്രമണത്തോടു കൂടി ജനങ്ങൾക്ക് നേരെ ശക്തമായിട്ട് ആക്രമണം വന്ന സമയത്ത് ഇന്ത്യൻ യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു ഓപ്പറേഷൻ പോളോ എന്നൊരു സൈന്യത്തെ രൂപീകരിക്കുകയും 1948 സെപ്റ്റംബർ 13 എങ്ങോട്ട് അയച്ചു? ഹൈദരാബാദിലേക്ക് അയക്കുകയും ചെയ്തു. എന്തിന്റെ ഭാഗമായിട്ടാണ്? ഈ ഹൈദരാബാദിലെ നിസാം ചെയ്തിട്ടുള്ള പ്രവർത്തികൾക്കെതിരെയായിട്ടാണ് ഓപ്പറേഷൻ പോളോ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയില്ലേ? അങ്ങനെ നിസാം കീഴടങ്ങുകയും ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ജുനഗഡും ഹൈദരാബാദും കൂട്ടിച്ചേർന്നു. എവിടെ കൂട്ടിച്ചേർന്നു? ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർന്നു. ഇനി അടുത്തത് കാശ്മീർ എന്താണെന്ന് നോക്കാം. ഇനി അടുത്തത് കാശ്മീരാണ്. കാശ്മീരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാശ്മീരിൻ്റെ രാജാവായിരുന്നു രാജാ ഹരിസിംഗ്. അപ്പോൾ കാശ്മീരും തനിച്ചു നിൽക്കാനാണ് തീരുമാനം എടുത്തത്. അപ്പോൾ ഇന്ത്യയുമായും പാകിസ്ഥാനുമായിട്ടും അതിർത്തി പങ്കിട്ടിട്ടുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു കാശ്മീർ. പക്ഷേ രാജാ ഹരിസിംഗ് എന്താണ് ഇന്ത്യയിലും ചേരണ്ട പാകിസ്ഥാനിലും ചേരണ്ട എന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ ജനാധിപത്യവും പാകിസ്ഥാനിലെ വർഗീയതയുമായിരുന്നു അദ്ദേഹത്തെ ഏതിലും ചേരണ്ട, അത് പ്രശ്നങ്ങൾ ഉടലെടുക്കും എന്നതുകൊണ്ടാണ് കാശ്മീർ ഏതിലോട്ടും പോകാതിരുന്നത്. പക്ഷേ അവിടുത്തെ ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. ഗാന്ധിജി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നേതാക്കന്മാര് കാശ്മീർ ജനത തീരുമാനിക്കട്ടെ, ഇന്ത്യൻ യൂണിയനിൽ ചേരണോ പാകിസ്ഥാനിൽ യൂണിയനിൽ ചേരണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് തീരുമാനിച്ചു. ജനഹിത പരിശോധന എന്ന ഇന്ത്യൻ നിലപാട് പാകിസ്ഥാൻ എന്ത് ചെയ്തില്ല? സ്വീകരിച്ചില്ല. ഈ ഒരു സന്ദർഭത്തിൽ ഒക്ടോബർ 22 പാകിസ്ഥാൻ എന്ത് ചെയ്തു? പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോടെ പത്താൻ ഗോത്രവർഗക്കാരെ എങ്ങോട്ട് അയക്കുകയാണ്? കാശ്മീരിലേക്ക് അയക്കുകയാണ്. അപ്പോൾ അവര് വ്യത്യസ്ത രീതിയിൽ എന്ത് ചെയ്തു? കാശ്മീരിലെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ രാജാ ഹരിസിംഗ് നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാരായിട്ട് വരികയാണ്. അപ്പോൾ അവർ പറയാണ് ഞങ്ങളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ രാജാവ് അല്ലെ, കാശ്മീരിൻ്റെ രാജാവായിട്ടുള്ള രാജാ ഹരിസിംഗ് ആവശ്യപ്പെടുകയാണ്. പക്ഷേ അന്നത്തെ ഗവർണറായിട്ടുള്ള ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞു കാശ്മീരിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാതെ ഇന്ത്യൻ സൈന്യത്തെ എങ്ങോട്ട് അയക്കാൻ പാടില്ല? നമ്മുടെ കാശ്മീരിലേക്ക് അയക്കാൻ പാടില്ല, അത് പ്രശ്നങ്ങൾ ഉടലെടുക്കും എന്നൊരു കാര്യം വരികയും അങ്ങനെ ഷെയ്ഖ് അബ്ദുള്ളയെ സംസ്ഥാനത്തിന്റെ ഭരണം ഏൽപ്പിക്കുകയും അങ്ങനെ എന്ത് ചെയ്തു? ശരി ഞങ്ങൾ സമ്മതിച്ചു എന്ന രീതിയിൽ അതെന്ത് ചെയ്തു? ഇന്ത്യൻ യൂണിയനിലേക്ക് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനായിട്ട് സമ്മതിക്കുകയും ഷെയ്ഖ് അബ്ദുള്ളയെ സംസ്ഥാനത്തിന്റെ ഭരണം ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് 1947 ഡിസംബർ 30 കാശ്മീരിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറണമെന്ന ആവശ്യം ഇന്ത്യ UN സെക്യൂരിറ്റി കൗൺസിലിന് വിട്ടു. എന്നാൽ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും മേധാവിത്വം ഉണ്ടായിരുന്ന സെക്യൂരിറ്റി കൗൺസിൽ പാകിസ്ഥാനായിരുന്നു അനുകൂല നിലപാട് എടുത്തിട്ടുണ്ടായിരുന്നത്. കാശ്മീരിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറ്റം എന്ന ഇന്ത്യൻ അപേക്ഷ അവഗണിച്ചുകൊണ്ട് അതിനെ ഇന്ത്യ പാകിസ്ഥാൻ തർക്കം എന്ന രീതിയിലേക്കാണ് സെക്യൂരിറ്റി കൗൺസിൽ അതിനെ പരിഗണിച്ചത്. ക്ലിയർ ആയോ? അതായത് എന്താണ് 1947 ഡിസംബർ 30 കാശ്മീരിൽ നിന്നും പാകിസ്ഥാൻ പിന്മാറണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു? ഇന്ത്യ UN സെക്യൂരിറ്റി കൗൺസിലിന് ഒരു ഇതയക്കുകയാണ് അല്ലെ. പക്ഷെ അവിടെ UN സെക്യൂരിറ്റി കൗൺസിൽ കൂടുതലായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. ബ്രിട്ടന്റെയും അമേരിക്കയുടെയും മേധാവിത്വമുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ കൂടുതലും പാകിസ്ഥാനായിരുന്നു കൂടുതലായിട്ട് സ്വാധീനം ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ അയച്ചിട്ടുള്ള ആ ഒരു റിപ്പോർട്ടിനെ അത് എന്താക്കി മാറ്റി? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ തർക്കം എന്ന രീതിയിലേക്ക് മാറ്റി. ശരിക്കും ഈ ഒരു മാറ്റമാണ് ഇന്നും ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നം നടക്കാനുള്ള കാരണം തന്നെ ഈ ഒരു മാറ്റമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുണ്ട്. 1951 സംസ്ഥാന നിയമനിർമ്മാണ സഭ തെരഞ്ഞെടുക്കപ്പെടുകയും ശ്രീനഗറിൽ ഒക്ടോബർ 31 യോഗം ചേരുകയും ചെയ്തു. 1952 ഇന്ത്യ പ്രത്യേക സംസ്ഥാന പദവി നൽകി കാശ്മീരിനെ ഇന്ത്യൻ ഭരണത്തിന് കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്ന പ്രമേയം കാശ്മീർ നിയമസഭ എപ്പോൾ പുറപ്പെടുവിച്ചു? 1954 ഫെബ്രുവരി 6 ജമ്മു കാശ്മീർ
കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്ന പ്രമേയം കാശ്മീർ നിയമസഭ പാസാക്കിയത്. തുടർന്ന് ഭരണഘടനാ അനുച്ഛേദം 370 അനുസരിച്ച് ഇന്ത്യൻ ഭരണത്തിന് കീഴിൽ പ്രത്യേക സംസ്ഥാനമായി കാശ്മീരിനെ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രപതി ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇവിടെ നമുക്ക് ആർട്ടിക്കിൾ 370 2 മാർക്കിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? അനുച്ഛേദം 370 അനുസരിച്ചിട്ടാണ് ഇന്ത്യൻ ഭരണത്തിന് കീഴിൽ പ്രത്യേക സംസ്ഥാനമായിട്ട് കാശ്മീരിനെ പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രപതി ഉത്തരവ് പുറപ്പെടുവിച്ച ആർട്ടിക്കിളാണ് 370. 2019 പിൻവലിക്കുന്നത് വരെയും പാർട്ട് 12 370 അനുച്ഛേദം ജമ്മു കാശ്മീരിന് ഒരു പ്രത്യേക പദവി നൽകിയിരുന്നു. അപ്പോൾ പ്രത്യേക പദവി 2019 വരെ നിലനിന്നിട്ടുണ്ടായിരുന്നു 370 വകുപ്പ് പ്രകാരം അല്ലെങ്കിൽ 370 അനുച്ഛേദ പ്രകാരം. 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീരിനെ ജമ്മു, കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. എപ്പോഴാണ്? 2019 ഒക്ടോബർ 31 കേന്ദ്ര ഭരണ പ്രദേശങ്ങളായിട്ട് ആരെയൊക്കെ മാറ്റിയത്? ജമ്മു കാശ്മീരിനെ ജമ്മു എന്നും കാശ്മീർ എന്നും അതുപോലെ തന്നെ ലഡാക്ക് എന്നും മാറ്റിയത്. ക്ലിയർ ആയോ? അതാണ് ആർട്ടിക്കിൾ 370. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ആർട്ടിക്കിൾ 370 എന്ന് കണ്ടാൽ ആരുമായി ബന്ധപ്പെട്ടതാണ്? കാശ്മീരുമായി ബന്ധപ്പെട്ടതാണ്. അതായത് മണിപ്പൂരിലെ ഭരണാധികാരിയായിരുന്നു ഹിജാം ഐരാബത്ത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാരനായിരുന്നു. ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിനുള്ള ശക്തമായ വിയോജിപ്പും എതിർപ്പും പ്രകടിപ്പിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു മണിപ്പൂർ. കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാരനായിരുന്ന ഹിജാം ഐരാബത്ത് എന്ന നേതാവിന് കീഴിൽ മണിപ്പൂരികൾ സംഘടിപ്പിക്കുകയും ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിനെ ചെറുത്തു നിൽക്കുകയും ചെയ്തു. ഐരാബത്തിൻ്റെയും ബിമലിൻ്റെയും നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് ആശയഗതികളോടുകൂടിയുള്ള ഒരു പ്രജാസംഘ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. അപ്പോൾ പ്രജാസംഘ് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് ഐരാബത്തിൻ്റെയും ലോങ്ജാം ബിമലിൻ്റെയും നേതൃത്വത്തിലായിരുന്നു. സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒന്നായിരുന്നു. പാർട്ടിയുടെ ഇടതുപക്ഷ നയങ്ങളോട് വിയോജിപ്പുകളുള്ളവർ ചേർന്ന് മണിപ്പൂർ കോൺഗ്രസ് എന്ന പാർട്ടിയും രൂപീകരിച്ചു. പ്രസ്തുത പാർട്ടിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് പ്രജാസംഘം എന്നറിയപ്പെടുന്ന, അതായത് സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് പ്രജാസംഘം രൂപീകരിച്ച സമയത്ത് അവിടെ എന്താണ്, ഇടതുപക്ഷ നയങ്ങളോട് വിയോജിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്ത് രൂപീകരിച്ചു? ഒരു മണിപ്പൂർ കോൺഗ്രസ് രൂപീകരിച്ചു. ഈ മണിപ്പൂർ കോൺഗ്രസ് എന്തുമായി ബന്ധമില്ല? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അതായത് പ്രജാസംഘത്തിന് എതിരെ രൂപീകരിച്ച ഒരു പാർട്ടിയാണ് മണിപ്പൂർ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആയില്ലേ? 1947 മണിപ്പൂരിൻ്റെ ഭരണഘടന നിലവിൽ വന്നു. 1947 മണിപ്പൂരിൻ്റെ ഭരണഘടന നിലവിൽ വന്നു. അപ്പോൾ 1947 മണിപ്പൂരിൽ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 1948 അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്താണ്? ഭരണഘടന അനുസരിച്ച് ജനാധിപത്യ രീതിയിലുള്ള ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സാർവത്രിക വോട്ടവകാശം അടിസ്ഥാനമാക്കി നടന്ന തെരഞ്ഞെടുപ്പ് എവിടെയാണ് നടന്നത്? മണിപ്പൂരിലാണ് നടന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി സാർവത്രിക വോട്ടവകാശം അടിസ്ഥാനമാക്കി നടന്ന തെരഞ്ഞെടുപ്പ് എവിടെയായിരുന്നു? മണിപ്പൂർ അസംബ്ലിയിലേക്കാണ് നടന്നത്. അതനുസരിച്ച് ഒരു സഖ്യ സർക്കാരാണ് മണിപ്പൂരിൽ അധികാരത്തിൽ വന്നത്. മണിപ്പൂർ ഭരണഘടനയ്ക്കും സർക്കാരിനും എതിരായിരുന്ന മണിപ്പൂർ കോൺഗ്രസ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിനാവശ്യമായ പ്രചരണ പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോയി. മണിപ്പൂരും ലൂഷായ് കുന്നുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളും ചേർത്ത് പൂർവാഞ്ചൽ എന്ന സംസ്ഥാനം രൂപീകരിക്കാം എന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ നിർദ്ദേശം ഐരാബത്തും മണിപ്പൂർ മഹാരാജാവ് ബോധ് ചന്ദ്രയും നിരസിച്ചു. അതായത് ഈ മണിപ്പൂരും ലൂഷായ് കുന്നുകളും ഉൾപ്പെട്ടുകൊണ്ട് ഒരു പൂർവാഞ്ചൽ എന്ന സംസ്ഥാനം രൂപീകരിക്കാമെന്ന് ആരഭിപ്രായപ്പെട്ടു? സർദാർ വല്ലഭായ് പട്ടേൽ അഭിപ്രായപ്പെട്ടു. പക്ഷേ ഈ ലൂഷായ് കുന്നുകൾ എന്ന് പറഞ്ഞാൽ ഇന്നുള്ള മിസോറം കേട്ടോ. അപ്പോൾ മണിപ്പൂരും മിസോറും ചേർന്നിട്ട് പൂർവാഞ്ചൽ എന്ന്
ആക്കാമെന്ന സംസ്ഥാനമാക്കാമെന്ന് സർദാർ വല്ലഭായ് പറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു, നമ്മുടെ ഐരാവത്തും അതുപോലെ തന്നെ എന്താണ് മണിപ്പൂർ മഹാരാജാവുമായിട്ടുള്ള ബോധചന്ദ്രയും എന്ത് ചെയ്തു, ഇതിനെ നിരസിച്ചു. ഭരണകക്ഷി ഇന്ത്യയിൽ ലയിക്കുന്നതിനെ നഖശിഖാന്തം എതിർത്തു. അയൽ പ്രദേശങ്ങളിൽ ശക്തി ആർജിച്ചു വരുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ഭയചകിതനായ മണിപ്പൂർ കോൺഗ്രസ് ഇന്ത്യയിൽ ലയിക്കുന്നതിനാവശ്യമായ നടപടികൾ ആരംഭിച്ചു. മണിപ്പൂർ സംയോജനം ചർച്ച ചെയ്യുന്നതിനായി മഹാരാജാവിനെ ഷില്ലോങ്ങിലേക്ക് ക്ഷണിച്ചു വരുത്തി. തുടർന്ന് നേരത്തെ തയ്യാറാക്കിയ ഒരു സന്ധിയിൽ ഒപ്പുവെക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചു. മന്ത്രിസഭയുമായി ആലോചിക്കാതെ ഒപ്പുവെക്കില്ല എന്ന്. അതായത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു സ്വാധീനം വരികയാണ്, അവർക്ക് ശക്തി ആർജിക്കുകയാണ്. ഈ ഒരു സമയത്തിൽ മണിപ്പൂർ കോൺഗ്രസ് എന്ത് ചെയ്തു, ഭയപ്പെടാനായി തുടങ്ങി. ഒറ്റയ്ക്ക് നിലനിൽപ്പ് അനിവാര്യമല്ല എന്ന് മനസ്സിലാക്കുകയും ഇന്ത്യയിൽ ലയിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. മണിപ്പൂർ സംയോജന ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ട് മഹാരാജാവിനെ ഷില്ലോങ്ങിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും നേരത്തെ തയ്യാറാക്കിയ ഒരു സന്ധിയിൽ ഒപ്പുവെക്കാനായിട്ട് അദ്ദേഹത്തെ നിർബന്ധിച്ച സമയത്ത് അദ്ദേഹം പറയാണ്, മന്ത്രിസഭയുമായി ആലോചിക്കാതെ ഞാൻ ഒപ്പുവെക്കില്ല എന്ന് പറയുകയും അവിടുത്തെ രാജാവായിട്ടുള്ള, അതായത് ആസാം ഗവർണറായിട്ടുള്ള അക്ബർ ഹൈദരി ഈ നമ്മുടെ മഹാരാജാവിനെ എന്ത് ചെയ്തു വീട്ടു തടങ്കലിലാക്കുകയും ചെയ്തു. അപ്പോൾ പുറലോകവുമായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല, ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1949 സെപ്റ്റംബർ 21 സന്ധിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് വേറൊരു വഴിയില്ലാതെയാണ് 1949 സെപ്റ്റംബർ 21 സന്ധിയിൽ ഒപ്പുവെച്ചത്. മണിപ്പൂർ അസംബ്ലി കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു. ഈ ലയനം മണിപ്പൂരിലെ വലിയ വിഭാഗം ജനങ്ങളും അംഗീകരിച്ചില്ല. ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നവർ വാദിച്ചു. തുടർന്ന് മണിപ്പൂരിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി നിലനിർത്തി പോന്നു. 1972 മാത്രമാണ് മണിപ്പൂരിന് ഒരു പൂർണ്ണ സംസ്ഥാന പദവി ലഭിക്കുന്നത്. അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു നിർബന്ധത്തിന് വഴങ്ങിയാണ് ആ സന്ധിയിൽ ഒപ്പുവെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഒപ്പുവെച്ചതോട് ആര് യോജിക്കുന്നില്ല, ജനങ്ങളൊന്നും യോജിക്കുന്നില്ല. അങ്ങനെ മണിപ്പൂരിനെ എന്ത് ചെയ്തു, ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ടാണ് നിലനിർത്തിയത്. 1972 മാത്രമാണ് മണിപ്പൂരിന് ഒരു പൂർണ്ണ സംസ്ഥാന പദവി ലഭിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പം നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത് മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നാണ് കമ്മ്യൂണിസ്റ്റും അതുപോലെ തന്നെ കോൺഗ്രസും വളർന്നു വന്നു. മണിപ്പൂർ കോൺഗ്രസ് ആണ് ആദ്യമായിട്ട് ശരി നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിൽ ലയിക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഷില്ലോങ്ങിലേക്ക് പോവുകയും അങ്ങനെ ആസാം ഗവർണർ ഒപ്പുവെക്കാൻ പറയുന്ന സമയത്ത് അവിടെ നിരസിക്കുകയും ചെയ്യുകയും അദ്ദേഹത്തെ തടങ്കലിലാക്കുകയും ചെയ്ത് അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം ആ സന്ധിയിൽ ഒപ്പുവെക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതിനോട് ആർക്കും യോജിപ്പുണ്ടായിരുന്നില്ല, മണിപ്പൂരിലെ ആൾക്കാർക്കൊന്നും യോജിപ്പുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം മണിപ്പൂരിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുകയും നിലനിർത്തുകയും 1972 ശേഷം മാത്രമാണ് മണിപ്പൂരിനൊരു സംസ്ഥാന പദവി നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ, പിന്നെന്താണ് മണിപ്പൂർ, ഈ നാല് സംസ്ഥാനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഈ മൊഡ്യൂൾ 1 അവസാന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഭരണഘടനയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഭരണഘടനയുടെ രൂപീകരണത്തെക്കുറിച്ചും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അതുപോലെ തന്നെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് എസ്സേ ടൈപ്പിന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തനിച്ചൊരു ക്ലാസ്സായിട്ട് നമുക്ക് അത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാം എലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല, എല്ലാം കുറച്ച് ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. അത് പോയിന്റ്സ് മനസ്സിലാക്കിക്കൊണ്ട് അത് എന്താ ചെയ്യുക, എക്സാമിന് എഴുതാൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.